ഹായ്, എല്ലാവർക്കും അപ്രൈറ്റ് സ്കൂൾ ഓഫ് ഫിനാൻസ് അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷന്റെ എക്സലിനെ കുറിച്ചുള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രിന്റിംഗ് ആണ്. പ്രിന്റിംഗുമായി ബന്ധപ്പെട്ട പേജ് സെറ്റപ്പ്. അപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. ഇപ്പം ഈ ഷീറ്റിന് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, വൈറ്റ് ആണ്. നമുക്ക് വിചാരിക്കുകയാണ് റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഇത് ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടി ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. അപ്പൊ എന്താ ചെയ്യാം? ഇതിൽ നിങ്ങൾക്ക് പേജ് ലേഔട്ടിൽ പേജ് സെറ്റപ്പിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ച് ഏതെങ്കിലും പിക്ചറോ ഷേപ്പോ ഏത് വേണമെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ സെർച്ച് എഞ്ചിനിൽ പോയി ബ്രൗസ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ഡ്രൈവിൽ നിന്ന് ഇഷ്ടം പോലെ എടുക്കാം. ഞാനിവിടെ കമ്പ്യൂട്ടറിൽ തന്നെയുള്ള ഒരു നമ്മുടെ അപ്രൈറ്റിന്റെ ലോഗോ എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. ഇപ്പൊ അപ്രൈറ്റിന്റെ ലോഗോ ഈ പേജ് നിറച്ചും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് എന്തടിച്ചാലും ഈ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. ഇത് പ്രിന്റ് ചെയ്യാൻ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രിന്റ് പ്രിവ്യൂ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് കാണൂല, അതിൽ ബാക്ക്ഗ്രൗണ്ട് കാണില്ല. അത് ഞാനിവിടെ പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം പ്രിന്റ് പോയിട്ട് പ്രിന്റ് പ്രിവ്യൂ നോക്കുന്നു. അപ്പൊ പ്രിന്റ് പ്രിവ്യൂ നോക്കുമ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പ്രിവ്യൂല് കാണുന്നില്ല എന്നുള്ളതാണ്. ഈ ഭാഗത്തു കൂടെ ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ ഇതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഈ ഓവർറൈഡ് ചെയ്യുന്ന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസേർട്ടിൽ പോവുക. ഈ പിക്ചറിന് പകരം ഷേപ്പ് എടുത്തിട്ട് ഇവിടെ കണ്ട സ്ക്വയർ ഒരു ഷേപ്പ് നിങ്ങൾ എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യും. ഈ ഷേപ്പ് ഞാൻ ഈ പറഞ്ഞ ഇതിന്റെ അതേ വലുപ്പത്തിൽ അതേ വലുപ്പം വേണമെന്നില്ല, ഞാനിപ്പോൾ ഏകദേശം അതേ വലുപ്പത്തിൽ എടുത്തിട്ട് ഈ ഷേപ്പ് ഇവിടെ ഇൻസേർട്ട് ചെയ്യും. അതിന് ശേഷം ഈ ഷേപ്പിന്റെ മേലെ വെച്ച് ഞാൻ മൗസിൽ വലത് ബട്ടൺ അടിച്ച് ഫോർമാറ്റ് ഷേപ്പ് എടുക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഓപ്ഷൻ വരും. ഇതില് ഈ ഫില്ലില് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിക്ചർ ഓർ ടെക്സ്റ്റർ ഫിൽ പ്രസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ഇൻസേർട്ട് പിക്ചർ ഫ്രം ഫയൽ എടുത്തിട്ട് നമ്മുടെ ഈ ലോഗോ ഇൻസേർട്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ ഈ ലോഗോ ഇൻസേർട്ട് വന്നു. ഇനി വേണ്ടത് ഇവിടെ ട്രാൻസ്പെറൻസി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ അത് കട്ടി കൂടി വരും, മുന്നോട്ട് പോയാൽ അത് ഒരു ബാക്ക്ഗ്രൗണ്ടുമായി കട്ടി കുറഞ്ഞു വരും. അതിനുശേഷം നിങ്ങളുടെ ലൈനിൽ വന്നിട്ട് ഇവിടെ നോ ലൈന് പ്രസ് ചെയ്യാം. ഇവിടെ കാണാം സോളിഡ് ലൈന്, നോ ലൈൻ അടിക്കുന്ന സമയത്ത് ഇവിടെ ഇതിന്റെ ബോർഡറിൽ വരുന്ന വ്യത്യാസം മനസ്സിലാക്കുക. നോ ലൈൻ വരുമ്പോൾ ബോർഡർ പോകും, സോളിഡ് ലൈൻ വരുന്ന സമയത്ത് ബോർഡർ വരും. അത് നോ ലൈൻ അടിച്ചിട്ട് പ്രസ് ചെയ്യാം. എന്നിട്ട് എന്ത് സംഭവിക്കും, ഞാനിവിടെ ഇൻസേർട്ട് ചെയ്ത പിക്ചർ ഒഴിവാക്കും. നിങ്ങൾ പ്രിന്റ് പ്രിവ്യൂ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആ പിക്ചർ കാണാം. അതിന്റെ ഫ്രണ്ടില് നിങ്ങളുടെ മാറ്ററുകൾ കണ്ടന്റുകളൊക്കെ കാണാം. അപ്പൊ പ്രിന്റ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഇതാണ്. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ ആയിട്ട് ഹെഡർ ആയിട്ട് ഈ പിക്ചർ കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഏരിയ സെലക്ട് ചെയ്തതിനു ശേഷം ഇൻസേർട്ടില് ഹെഡർ ആൻഡ് ഫൂട്ടർ പ്രസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ പേജ് ലേഔട്ട് വ്യൂല് പേജ് ലേഔട്ട് വ്യൂയിലേക്കാണ് ഇതിപ്പോ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹെഡർ ഈ പേജ് ലേഔട്ട് വ്യൂവിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ടാബ് ഹെഡർ ആൻഡ് ഫൂട്ടർ ടൂൾസ്, ആ ഡിസൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം പിക്ചർ എന്ന് കാണാം. നേരത്തെ പോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാം, നിങ്ങളുടെ പിക്ചർ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ പിക്ചർ ഇവിടെ വരും. ഈ പിക്ചറിന്റെ വലുപ്പം നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യേണ്ടത്, അവിടെ ഈ ഹെഡറിന്റെ സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് എൻ്റർ അടിച്ചിട്ട് വീണ്ടും ഡിസൈന് പോവുക. ഫോർമാറ്റ് പിക്ചർ എടുക്കുക. ഫോർമാറ്റ് പിക്ചർ ലോക്ക് ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഹൈറ്റ് കുറയ്ക്കുന്നതിന് കൂട്ടുന്നതനുസരിച്ച് വിഡ്ത്തിനും അഡ്ജസ്റ്റ്മെന്റ് വരും. അത് ലോക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഒരേപോലെ എനിക്ക് കുറയ്ക്കണം, ഞാൻ എന്ത് ചെയ്യുന്നു, അതിന്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ നിങ്ങൾ കാണാം. ഇവിടെ മാനുവലി നിങ്ങൾക്ക് പല ഓപ്ഷൻ ഉണ്ട്, അതിൽ സെറ്റ് ചെയ്തിട്ട് കുറയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ വരും. ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പുറകില് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരും. ഇനി അതിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത്, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡിസൈനിൽ തന്നെ ഫോർമാറ്റ് പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും കൂട്ടുക കുറയ്ക്കൊക്കെ ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് എന്തായി ഇതിന്റെ കളറിൽ ചേഞ്ചസ് കാര്യങ്ങൾ വരും. അങ്ങനെ രണ്ട് ഓപ്ഷനാണ് നിങ്ങളുടെ മുന്നിൽ എന്തുള്ളത് ഉള്ളത്. ബാക്ക്ഗ്രൗണ്ട് പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ
യു ഹാവ് ടു ഓപ്ഷൻ. ഒന്നല്ലെങ്കിൽ ഇൻസേർട്ട് പിക്ചറിൽ പോയിട്ട് ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്തിട്ട് അതിനെ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രിന്റ് എടുക്കാം. ഇല്ലെങ്കിൽ ഹെഡറിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ബാക്ക്ഗ്രൗണ്ട് പ്രിന്റിങ്ങിലേക്ക് വരുന്ന വിധത്തിൽ ചെയ്യാം. വേറെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മാത്രം മതി, റിപ്പോർട്ടിൽ കാണാൻ മാത്രമാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പേജ് ലേഔട്ട് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് ഈ രണ്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് പ്രിന്റ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രിന്റ് ടൈറ്റിൽസിനെ പറ്റിയിട്ടാണ്. ഈ പ്രിന്റ് ടൈറ്റിൽസിനെ പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഡാറ്റ ഒരുപാട് വലുപ്പമുള്ള ഡാറ്റ ഉണ്ട്, കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിലും മനസ്സിലാവും. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഈ ഷീറ്റ് എടുക്കുന്നു. ഈ ഷീറ്റ് കാണാൻ നിങ്ങൾക്ക് നെയിം ഓഫ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ് താഴേക്ക് ഒരുപാടുണ്ട്, അതേപോലെ അവർക്ക് കിട്ടിയ മാർക്കുകളും ഒരുപാടുണ്ട്. അപ്പൊ എനിക്കിത് മൊത്തമാണ് പ്രിന്റ് എടുക്കേണ്ടത്. ഇത് പ്രിന്റ് എടുക്കുമ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്യുന്നു. ഇത്ര ഏരിയ ആണ് എനിക്ക് പ്രിന്റ് എടുക്കേണ്ടത്. ഞാൻ പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പ്രിന്റ് പോയിട്ട് പ്രിന്റ് പ്രിവ്യൂ നോക്കുന്നു. അപ്പൊ പ്രിന്റ് പ്രിവ്യൂ നോക്കുന്ന സമയത്ത് എനിക്ക് കാണാം 6 പേജ് ഉണ്ട്. ഓരോ പേജ് പോകുമ്പോഴും ഇതിന് ഹെഡർ കാണില്ല. രണ്ടാമത്തെ പേജ് എത്തുന്ന സമയത്തേക്ക് ഇതിന്റെ ഹെഡർ ആദ്യത്തെ പേജിൽ കാണുന്നത് മലയാളത്തിന്റെ മാർക്കാണ്, ഇംഗ്ലീഷിന്റെ മാർക്കാണ്, മാത്സിന്റെ മാർക്കാണ്, ഹിന്ദിയുടെ മാർക്കാണെന്നുള്ളത്. ഇവിടെ രണ്ടാമത്തേലും മൂന്നാമത്തേലേക്കും പോണ സമയത്ത് നമുക്ക് എന്താ പ്രശ്നം, ഇതിന് ഹെഡിങ് ഇല്ല, ഹെഡിങ് മിസ്സാവുന്നു. പിന്നെ 4, 5, 6ലേക്കൊക്കെ പോണ സമയത്ത് എന്താ, ഹെഡിങ്ങും ഇല്ല, സൈഡ് ഹെഡിങ്ങും ഇല്ല, കോള ഹെഡിങ്ങും റോ ഹെഡിങ്ങും ഇല്ല. അതിന്റെ ഇടയ്ക്ക് ഒരു ചെയ്യുന്ന സമയത്ത് എന്തായി, ടോപ്പില് കോള ഹെഡിങ് മാത്രം വരും. അപ്പൊ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എല്ലാ പേജിലും ഇതിന്റെ റോ ഹെഡിങ്ങും കോള ഹെഡിങ്ങും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിന്റ് ടൈറ്റിൽ ഉപയോഗിക്കുന്നത്. ഈ പ്രിന്റ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്രിന്റ് ഏരിയ സെലക്ട് ചെയ്യാനാണ് ആദ്യം നമ്മളോട് പറയാം. പ്രിന്റ് ഏരിയ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റോ റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം, ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം വരും. അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, മൗസിൽ ഏത് റോ ആണോ എല്ലാ പേജിലും വേണ്ട, എനിക്ക് എല്ലാ പേജിലും വേണ്ട റോ ഇതാണ്, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഓക്കെ അടിക്കും. ഇപ്പൊ റോ മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഓക്കെ അടിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഇവിടെ പ്രിന്റ് പ്രിവ്യൂ എടുത്താൽ കാണാം, ഞാൻ ഏത് പേജ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ടോപ്പില് റോ ഹെഡിങ്, എല്ലാ പേജിലും എന്ത് കാണാം, റോ ഹെഡിങ് ആണ്. ഈ 6 പേജിലും എന്തുണ്ട്, റോ ഹെഡിങ് വരും. ഇനി അത് മാത്രമല്ല, പ്രിന്റ് ടൈറ്റിൽ പോയിട്ട് ഞാൻ എന്ത് കൂടി കൊടുക്കുന്നു, കോളംസ് ടു റിപ്പീറ്റ് അറ്റ് ലെഫ്റ്റ് എന്നുള്ളതും കൂടി സെലക്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇതിന്റെ കോളം കൂടി ഞാൻ സെലക്ട് ചെയ്യും. എന്നിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രിന്റ് പ്രിവ്യൂ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതോടൊപ്പം അതിന്റെ റോയും അതേപോലെ തന്നെ എല്ലാ പേജിലും എന്താണ്, അതിന്റെ റോസും കോളംസും അത് റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പൊ നമ്മുടെ പേജുകൾ മറിച്ച് കളിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ ഹെഡിങ് എന്തായിരുന്നു, ഇതിന്റെ റോ ഹെഡിങ് എന്തായിരുന്നു, ഇതിന്റെ കോളം ഹെഡിങ് എന്തായിരുന്നു നമുക്കറിയാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് പ്രിന്റ് ടൈറ്റിൽ ഉപയോഗിക്കുന്നത്. പ്രിന്റ് ടൈറ്റിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് റോസ് എല്ലാ പേജിലും റിപ്പീറ്റ് ചെയ്യാം, അതേപോലെ തന്നെ കോളംസും എല്ലാ പേജിലും റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് പ്രിന്റ് ടൈറ്റിൽ കൊണ്ടുള്ള നമുക്ക് ഉദ്ദേശം. അപ്പൊ നമ്മള് പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, മാർജിൻസ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, ഓറിയന്റേഷൻ സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, സൈസ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, പേജ് ബ്രേക്കിനെ പറ്റി പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറഞ്ഞു, പ്രിന്റ് ടൈറ്റിൽസിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. സ്കെയിൽ ടു ഫിറ്റ് ആണ്. ഈ സ്കെയിൽ ടു ഫിറ്റ് എന്ന് പറയുന്ന ഇവിടെ വിഡ്ത്ത്, ഹൈറ്റ്, സ്കെയിൽ എന്ന് പറയുന്ന 3 ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ തന്നെയാണ് നിങ്ങളുടെ ഫയലിൽ പ്രിന്റിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഇവിടെ കാണാം, സ്കെയിലിംഗ്. ഒന്നാമത്താണ് ഫിറ്റ് ടു 1 ഷീറ്റ്, ഓൾ കോളംസ് ഇൻ 1 ഷീറ്റ്, ഓൾ റോൾസ് ഇൻ 1 ഷീറ്റ്. അതായത് ഇത് കോളം എന്ന് പറയുന്നത് വിഡ്ത്ത്, ഹൈറ്റ്, റോ എന്ന് പറയുന്നത് ഹൈറ്റ്. ഈ 3 ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നോ സ്കെയിലിംഗ് ഒന്നും ഇല്ലാത്തത്. ഈ സെയിം ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എല്ലാ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇത് സിസ്റ്റം 100% വലുപ്പത്തിൽ നിങ്ങളുടെ കണ്ടന്റ് 100% വലുപ്പത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എത്ര വിഡ്ത്ത് വേണം, എത്ര പേജ് വേണമെന്ന് സിസ്റ്റം തീരുമാനിക്കും. ഇനി അതല്ല, എല്ലാ ഇതിന്റെ മൊത്തം വീതി ഒരൊറ്റ പേജ് മതിയെങ്കിൽ നിങ്ങൾ ഒരു പേജ് 1 പേജ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ കണ്ടന്റിന്റെ വലുപ്പം അഡ്ജസ്റ്റ് ആവും.
ഇനി 2 പേജിലായിട്ടാണ് അതിന്റെ വീതി വേണ്ടെങ്കിൽ 2 പേജ് അടിക്കാം, 3 പേജ്, അങ്ങനെ എത്ര പേജ് വേണമെങ്കിലും നിങ്ങൾക്ക് വീതി അടിക്കാം. അതേപോലെ തന്നെ ഹൈറ്റ് മൊത്തം 1 പേജിൽ വേണോ 10 പേജിൽ വേണോ എന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. സ്കെയിൽ എന്ന് പറയുന്നത് കണ്ടന്റിന്റെ സൈസ് നോർമലി 100% ഉണ്ടാവും, അത് 50% ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ സൈസ് കുറയും. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ പ്രിന്റ് പ്രിവ്യൂല് പോയാൽ നിങ്ങൾക്ക് കാണാം. നോ സ്കെയിലിംഗ് പറഞ്ഞാൽ ഒന്നുമില്ല, ഫിറ്റ് ടു 1 പേജ് എന്ന് കൊടുത്താൽ ഈ എല്ലാ കണ്ടന്റും ഒരൊറ്റ പേജിലേക്ക് കൊടുക്കുന്ന വിധത്തിൽ ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ആവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ കോളംസ് മാത്രം നിങ്ങൾക്ക് ഒരു പേജിലേക്ക് ആക്കി ഹൈറ്റ് 2 പേജിൽ അവിടെ ഓട്ടോമാറ്റിക് 2 പേജിലാണ് അഡ്ജസ്റ്റ് ആയത്. ഇനി എന്ത് ചെയ്യാം, റോ ഹൈറ്റ് 1 പേജിലേക്ക് ആക്കി കോളം അഡ്ജസ്റ്റ് ചെയ്യുക. ഹൈറ്റ് 1 പേജിലേക്ക് ആക്കുമ്പോൾ കണ്ടന്റ് വലിപ്പം കുറയുന്നുണ്ട്, അതിന്റെ കോളംസ് 1 പേജിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ആവും. ഇവിടെ പേജ് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പേജ് സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നേരത്തെ പറഞ്ഞ പോലെ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ ഓറിയന്റേഷൻ സെറ്റ് ചെയ്യുക, സ്കെയിലിംഗ് മാനുവലി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ടു അത് 50-ലേക്കോ 30-ലേക്കോ 100-ലേക്കോ 150-ലേക്കൊക്കെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഫിറ്റ് ടു നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈഡ് 1 പേജ് 5 പേജ് വീതിയിലും ഇല്ലെങ്കിൽ 4 പേജ് വലുപ്പത്തിലും ഈ പറഞ്ഞ പോലെ സ്കെയിലിംഗ് മാനുവലി നിങ്ങൾ ഇത് ഡിഫോൾട്ട് ആയിട്ടുള്ള സ്കെയിലിംഗ് ആണ്. അത് മാനുവലി നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാനാണ് ഇവിടെ ഉള്ളത്. അതിന്റെ വലുപ്പവും ഹൈറ്റ് വീതി ഹൈറ്റ് വെടുത്ത് അതേപോലെ തന്നെ ഫോണ്ടിന്റെ സൈസ് നിങ്ങൾക്ക് മാനുവലി ചെയ്യാം. ആ പേപ്പർ സൈസ് നമ്മൾ ഫ്രണ്ട് കണ്ടത് തന്നെയാണ്. ഇവിടെ ലെറ്റർ A4 A3 ഒക്കെ നിങ്ങൾക്ക് യഥേഷ്ടം പേപ്പർ സൈസ് ഇവിടെ സെലക്ട് ചെയ്യാം. ഇതിന്റെ പേജ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 അത് ഓട്ടോമാറ്റിക് വേണോ അല്ലെങ്കിൽ പേജ് നമ്പർ ഇവിടെ 5 അടിച്ചാൽ ഈ പ്രിന്റിന്റെ പേജ് നമ്പർ ഫൂട്ടർ 5 ആയിട്ട് വരും. അതേപോലെ തന്നെ മാർജിൻ സെറ്റ് ചെയ്യുന്നത് നമ്മൾ മാനുവലി ചെയ്തല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലസും മൈനസും അടിച്ച് മാനുവലി സെറ്റ് ചെയ്യാം. ഹെഡർ ഫൂട്ടർ സെറ്റ് ചെയ്യാം, ഷീറ്റ് സെറ്റ് ചെയ്യും. ഇതാണ് പ്രിന്റ് ടൈറ്റിലിന്റെ ഓപ്ഷൻ. ഇതിൽ ഹെഡർ ഫൂട്ടർ ആണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാം. പ്രിന്റ് ടൈറ്റിൽ നമ്മൾ ചർച്ച ചെയ്തു, മാർജിൻസ് ചർച്ച ചെയ്തു, പേജ് ചർച്ച ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സ്കെയിലിങ്ങിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തു. ഇനി അടുത്ത പ്രിന്റിങ്ങിനെ പറ്റി നമ്മൾ പറയുന്നത് ഷീറ്റ് ഓപ്ഷൻസ് ആണ്. ഇവിടെ ഗ്രിഡ് ലൈന് ഹെഡിങ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങളാണ്. അതിൽ തന്നെ വ്യൂ പ്രിന്റ് എന്ന് പറയുന്നത് വീണ്ടും ഗ്രിഡ് ലൈനിൽ വ്യൂ ഉണ്ട്, പ്രിന്റ് ഉണ്ട്, ഹെഡിങ്ങിൽ വ്യൂ ഉണ്ട്, പ്രിന്റ് ഉണ്ട്. ഈ ഗ്രിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കള്ളി ആയിട്ട് കാണാം. അത് അൺടിക്ക് ചെയ്താൽ ഇത് വൈറ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് പോകും. അപ്പൊ അത് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ മതി. ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ കാണണമെങ്കിൽ ഇവിടെ കൊടുക്കാം, അത് ഓഫ് ആക്കാം, ഓൺ ആക്കാം. പക്ഷെ ഇത് ഇവിടെ ഓൺ ആക്കിയാലും ശരി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഗ്രിഡ് ലൈൻ ഇതിനകത്ത് കാണാൻ പറ്റില്ല. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് തന്നെയായിരിക്കും. അത് പ്രിന്റ് ചെയ്യുമ്പോഴും ഗ്രിഡ് ലൈൻ വേണമെങ്കിൽ ഇവിടെ പ്രിന്റ് എന്ന പേരത്തും കൂടി നിങ്ങൾ ഓൺ ആക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ പ്രിന്റ് പ്രിവ്യൂ നോക്കിയാൽ ഇവിടെ കള്ളിയായിട്ട് കാണാം. അപ്പം നിങ്ങൾക്ക് ആ കള്ളി കണ്ടാൽ മാത്രം മതിയെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രിഡ് ലൈന് ഓൺ ആക്കുക. പ്രിന്റിലും വേണം പ്രിന്റ് ഓൺ ആക്കുക. പ്രിന്റ് വേണമെങ്കിൽ പിന്നെ ഓഫ് ആക്കുക, കാണുന്നുണ്ടെങ്കിൽ അത് ഓഫ് ആക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ട് വരും. അടുത്തത് ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം ABCDGFG എന്ന് പറയുന്ന കോളം ഹെഡിങ്ങും 1 2 3 4 എന്ന് പറയുന്ന റോ ഹെഡിങ്ങും നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ഞാൻ വ്യൂ ഓഫ് ആക്കി കഴിഞ്ഞാൽ എന്തായി, ഇപ്പൊ നിങ്ങൾക്ക് കോളംസും റോയും ഹെഡിങ്ങും കാണാൻ പറ്റില്ല. അത് ഓൺ ആക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോളവും റോയും കാണാം. പക്ഷെ ഇവിടെ കോളം റോയും കാണെങ്കിലും ഇവിടെ പ്രിന്റ് എടുക്കുന്ന സമയത്ത് അതിന് കോളവും റോയും ഉണ്ടാവൂല. ആ പ്രിന്റിലും വേണമെങ്കിൽ നിങ്ങൾ ഇത് പ്രിന്റിലും ഓൺ ആക്കുക. ആ സമയത്ത് നിങ്ങൾ പ്രിന്റ് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം BCD ഹെഡിങ് കാണാം, കോള ഹെഡിങ്ങും കാണാം, റോ ഹെഡിങ്ങും കാണാം. അതാണ് ഈ ഷീറ്റ് ഓപ്ഷനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ്. ഗ്രിഡ് ലൈൻസ് ഓൺ ആക്കാം, പ്രിന്റിൽ ഓൺ ആക്കാം. അതേപോലെ ഹെഡിങ് കാണാൻ ഓൺ ആക്കാം, പ്രിന്റിലും ഓൺ ആക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിന്റിനെ പറ്റിയിട്ട് ജനറലായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് പ്രിന്റിനെ പറ്റി സംസാരിക്കാനുള്ളത്, ഫയലിൽ നിങ്ങൾ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണം പ്രിന്റ് ചെയ്യാൻ ഇവിടെയാണ് പ്രസ് ചെയ്യേണ്ടത് പ്രിന്റ് എന്നുള്ളത്. പക്ഷെ അതിന്റെ മുന്നേ നിങ്ങൾ ഇവിടെ പ്രിന്റർ എന്നുള്ളടുത്ത് ഏതാണോ നിങ്ങളുടെ സിസ്റ്റത്തിൽ പ്രിന്റർ കണക്ട് ചെയ്തത് അത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത പ്രിന്റർ ഇവിടെ ലിസ്റ്റ് ആയിട്ട് വരും. ഇത് നിങ്ങൾക്ക് പ്രിന്ററിലേക്ക് പ്രിന്റർ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിന്ററിലേക്ക് ചെയ്യാതെ മറ്റ് ഡോക്യുമെന്റ് ഉദാഹരണത്തിന് PDF-ലേക്ക് നിങ്ങൾക്ക് വേണം പ്രിന്റ് ചെയ്യാം. അങ്ങനെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് PDF എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. PDF നിങ്ങളുടെ സിസ്റ്റത്തിൽ ലോഡ് ആക്കണം, എന്നാലേ കിട്ടുള്ളൂ. OneNote-ലേക്ക് പ്രിന്റ് ചെയ്യാം, അങ്ങനെ പല ഓപ്ഷനിലേക്ക് പ്രിന്റ് ചെയ്യാം. അപ്പൊ PDF-ലേക്ക് പ്രിന്റ് ചെയ്യാൻ ഞാനിവിടെ പ്രിന്റ് ടു PDF എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ പ്രിന്റ് എന്ന് കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഞാനിവിടെ ഇതിന്റെ ഡെസ്ക്ടോപ്പിൽ ഇവിടെ അപ്രൈറ്റ് എന്നുള്ള പേര് കൊടുത്തിട്ട് ഇത് പ്രിന്റ് ചെയ്തു.
ഇപ്പൊ അത് PDF പ്രിന്റ് ആയി. ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞതാ PDF ആയിട്ടുള്ള ഈ ഫയല് ഈ അപ്ലൈ എന്നുള്ളത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ എക്സൽ ഷീറ്റ് PDF പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിന്റർ ഏതാണോ ആ പ്രിന്റർ ഇപ്പം എപ്സോൺ L380 സീരീസോടുള്ള പ്രിന്ററാണ്. നിങ്ങളുടെ പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്താൽ ഈ ലിസ്റ്റിലുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പ്രിന്റ് കൊടുത്താൽ അത് പ്രിന്ററിലേക്ക് നിങ്ങളുടെ പേപ്പർ വെച്ച് ഏതാണോ A4 ഷീറ്റ് ആണോ ലീഗൽ പേപ്പർ ആണോ ഏതാണെന്നുള്ളത് ഇവിടെ നേരത്തെ നമ്മുടെ ഫ്രണ്ട് സെറ്റ് ചെയ്ത് അതേ ഫോർമാറ്റ് A4 ആണോ A5 ആണോ B5 ആണോ ലീഗൽ ആണോ ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പ്രിന്റ് കൊടുക്കുക. പ്രിന്റ് പേപ്പർ വെക്കുന്നതിനനുസരിച്ച് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സൈസ് പേപ്പർ സൈസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഓറിയന്റേഷൻ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് ഇവിടെ കാണാം, കൊളാറ്റഡ് അൺകൊളാറ്റഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കാണും. കൊളാറ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 10 പേജുകളാണ്, 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 10 പേജ് പ്രിന്റ് വരും. അത് സപ്പോസ് ഒന്നിൽ കൂടുതൽ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കോപ്പി ആഡ് ചെയ്യാം. 1 2 3 എത്ര കോപ്പി വേണമെങ്കിലും 6 കോപ്പി വേണം, 6 കോപ്പി പ്രിന്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ഈ കൊളാറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 6 കോപ്പി പ്രിന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ അൺകൊളാറ്റഡ് അടിച്ചാൽ ആദ്യത്തെ പേജ് 6 കോപ്പി പ്രിന്റ് വന്നതിന് ശേഷം രണ്ടാമത്തെ പേജ് 6 കോപ്പി പ്രിന്റ് വരും, മൂന്നാമത്തെ പേജ് 6 കോപ്പി പ്രിന്റ് വരും. അങ്ങനെ നിങ്ങൾക്ക് 10 എത്ര പേജ് 6 പേജ് ഉണ്ട്. അത് 6 പേജും ആദ്യത്തെ പേജ് 6 കോപ്പി വന്ന് രണ്ടാമത്തെ പേജ് 6 കോപ്പി വന്ന് അങ്ങനെയാണ് പ്രിന്റിങ് തീരുക. ഇനി കൊളാറ്റഡ് എന്ന് അടിച്ചാൽ ആദ്യത്തെ 6 പേജ് 1 കോപ്പി പ്രിന്റ് വന്നതിന് ശേഷം രണ്ടാമത്തെ കോപ്പി പ്രിന്റ് വരും, മൂന്നാമത്തെ കോപ്പി പ്രിന്റ് വരും. അങ്ങനെ 2 ഓപ്ഷൻ ആണുള്ളത്. നിങ്ങൾക്ക് കൊളാറ്റഡ് അടിക്കാം അല്ലെങ്കിൽ അൺകൊളാറ്റഡ് ആയിട്ട് അടിക്കാം. കൊളാറ്റഡ് അടിച്ചാൽ ഒരു സെറ്റ് പ്രിന്റ് വന്ന് രണ്ടാമത്തെ സെറ്റ് അങ്ങനെ സെറ്റ് ആയിട്ടാണ് പ്രിന്റ് വരിക. അൺകൊളാറ്റഡ് അടിച്ചാൽ ഒരു പേജ് എത്ര കോപ്പിയാണോ നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത പേജ് പ്രിന്റിങ് വരുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഈ കൊളാറ്ററിന്റെ പ്രത്യേകത. ഇനി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഈ 6 പേജിൽ 6 പേജും പ്രിന്റ് വേണ്ട, ആദ്യത്തെ 2 പേജ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പേജസ് എന്നുള്ളടുത്ത് 1 to 2 എന്ന് കൊടുക്കുക. അങ്ങനെ 1 to 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ പ്രിന്റ് PDF അടിക്കുന്നു. ഇവിടെ ഒന്നാമത്തെ രണ്ടാമത്തെ പേജ് മാത്രമാണ് ഞാൻ പ്രിന്റ് കൊടുക്കുന്നത്. അതിന്റെ പേര് ഞാൻ അപ്രൈറ്റ് 2 എന്ന് പറഞ്ഞ് സേവ് ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അപ്രൈറ്റ് 2 തുറന്നു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഇത് 2 പേജ് മാത്രമാണ് പ്രിന്റ് വന്നത്. ആക്ച്വലി അത് 6 പേജ് ഉണ്ട് പ്രിന്റ്, പക്ഷെ ഞാൻ പേജ് നമ്പർ സെറ്റ് ചെയ്തുകൊണ്ട് ആ 2 പേജേ വന്നുള്ളൂ. അപ്പം ഏത് പേജുകൾ വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കൊളാറ്റ് ചെയ്ത് വേണോ അൺകൊളാറ്റ് ചെയ്ത് വേണോ നിങ്ങൾ സെറ്റ് ചെയ്യാം. ഓറിയന്റേഷൻ സെറ്റ് ചെയ്യാം, പേപ്പറിന്റെ സൈസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ മാർജിൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, നോർമൽ വൈഡ് നാരോ അല്ലെങ്കിൽ സ്കെയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഒരു പേജിൽ വേണോ 10 പേജിൽ വേണോ എന്നുള്ളത് ഇതൊക്കെ മാനുവലി സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പേജ് സെറ്റപ്പ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മാനുവലി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. പിന്നെ സൂം ചെയ്ത് കാണാം, അൺസൂം ചെയ്യാം, മാർജിൻ ഇവിടെ മാനുവലി സെറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഞാനിത് ഈ 1 to 2 എന്നുള്ളത് ഓഫ് ആക്കുന്നു. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ള പ്രിന്റ് ആക്റ്റീവ് ഷീറ്റ്, പ്രിന്റ് എൻറ്റയർ വർക്ക് ബുക്ക്, പ്രിന്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ഓപ്ഷനാണ്. ഈ ഷീറ്റ് നിങ്ങൾ എടുത്താൽ കാണാം, ഈ വർക്ക് ബുക്ക് എടുത്താൽ കാണാം, ഇതിൽ 3 ഷീറ്റ് ഉണ്ട്. 3 ഷീറ്റിലും ഡാറ്റ ഉണ്ട്. അപ്പൊ ഈ 3 ഷീറ്റിലും ഡാറ്റ ഉണ്ട്. എനിക്ക് ഓരോ ഷീറ്റിലെ പ്രിന്റ് ചെയ്യേണ്ട ഏരിയ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്ത് ചെയ്യാം, എല്ലാം കൂടി ഒറ്റയടിക്ക് പ്രിന്റ് വരണം എന്നാണെങ്കിൽ ഇവിടെ ഫയലിൽ പോവുക, പ്രിന്റ് സെലക്ട് ചെയ്യുക. ഇവിടെ പ്രിന്റ് എൻറ്റയർ വർക്ക് ബുക്ക് എന്ന് കൊടുക്കുക. എൻറ്റയർ വർക്ക് ബുക്ക് എന്ന് കൊടുത്താൽ കാണാം ഇവിടെ പേജ് നമ്പർ 1 to 8 എല്ലാ പേജും കൂടി പ്രിന്റ് ചെയ്യുമ്പോൾ 8 പേജ് ഉണ്ടാവുന്ന പറയുന്നത്. ഞാനിവിടെ PDF സെലക്ട് ചെയ്യുന്നു, പ്രിന്റ് കൊടുക്കുന്നു. പ്രിന്റ് കൊടുത്തിട്ട് ഞാൻ ഇതിന്റെ പേര് അപ്രൈറ്റ് 5 എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. ഇപ്പം ഇത് എൻറ്റയർ വർക്ക് ബുക്ക് ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ടാവും. ഇനി ഡെസ്ക്ടോപ്പ് പോയിട്ട് ഞാൻ ഇവിടെ അപ്രൈറ്റ് 5 എന്നുള്ളത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 8 പേജ് ഈ വർക്ക് ബുക്കിലുള്ള എല്ലാ ഡാറ്റയും കൂടി ഇവിടെ പ്രിന്റ് വന്നിട്ടുണ്ട്. സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ് അതിൻ്റെ അകത്തുള്ളത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിന്റിൽ അടുത്ത ഓപ്ഷൻ എന്താണ്, പ്രിന്റ് ആക്റ്റീവ് ഷീറ്റ്. ആക്റ്റീവ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ഷീറ്റാണോ ഓപ്പൺ ചെയ്ത് വെച്ചത്, ഇവിടെ ഷീറ്റ് 3 ആണ് ഓപ്പൺ ചെയ്ത് വെച്ചത്. ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഞാൻ ഏരിയ സെറ്റ് ചെയ്യുന്നോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സെലക്ഷൻ ക്ലിയർ ചെയ്യാണ്. എന്നിട്ട് ഈ പേജ് 2 ആണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിന്റിൽ പോയിട്ട്
ഇവിടെ പ്രിന്റ് ആക്റ്റീവ് ഷീറ്റ് എന്ന് കടിച്ചാൽ അവരെ ആ രണ്ടാമത്തെ ഷീറ്റിൽ 6 പേജാണ് 1 to 6 1 of 6 അത് പ്രിന്റ് ചെയ്യുന്നു. അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ അപ്രൈറ്റ് 6 എന്ന പേര് കൊടുത്തു പ്രിന്റ് ചെയ്യുന്നു. ഇനി അപ്രൈറ്റ് 6 തുറന്നാൽ നിങ്ങൾക്ക് കാണാം ആ തുറന്നു വെച്ച ഷീറ്റിലുള്ളത് മാത്രമാണ് ഇവിടെ പ്രിന്റ് വന്നത്. അതെല്ലാം ഞാൻ പ്രിന്റ് ഏരിയ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അതെല്ലാം പ്രിന്റ് വന്നിട്ടുണ്ട്. അതിന്റെ ഷീറ്റ് 1-ലുള്ളതോ ഷീറ്റ് 3-ലുള്ളതോ വന്നിട്ടില്ല. ഇനി എനിക്ക് ഈ പേജിലുള്ള എല്ലാം വേണ്ട, ഇത്ര മാത്രം മതിയെങ്കിൽ എന്ത് ചെയ്യാം, പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിന്റ് കൊടുക്കണം. പ്രിന്റ് ഏരിയ സെറ്റ് ചെയ്യുക. അതിനുശേഷം പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രിന്റ് സെലക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അത് പ്രിന്റ് കൊടുക്കുക. ഞാൻ അപ്രൈറ്റ് 8 എന്ന് പറഞ്ഞ് സേവ് ചെയ്യും. അപ്രൈറ്റ് 8 തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ സെലക്ട് ചെയ്ത ഏരിയ മാത്രമാണ് ഇപ്പൊ ഇവിടെ പ്രിന്റ് വന്നത്. ഇത്രയാണ് നമുക്ക് ജനറലി പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ട നമുക്കുള്ള ഓപ്ഷൻസ്. ഓൾമോസ്റ്റ് ഒരുപാട് ഓപ്ഷൻസ് നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. ഇനിയും പ്രിന്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്ത് പഠിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, ബൈ.